അമേരിക്ക ഇനി മുതൽ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടനുസരിച്ചാൽ യുദ്ധത്തിനൊരു അവസാനമുണ്ടാകും. അമേരിക്കയെ രേഖാമൂലം നിലപാട് അറിയിച്ച് ഇറാൻ. ഇനിയും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചില്ല എങ്കിൽ യുദ്ധത്തിന്റെ മറ്റൊരു ഭയാനകമായ ഘട്ടം നിങ്ങൾ കാണുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഹോർമുസ് തുറക്കുന്നതും ആണവ വിഷയവും പരിഗണിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന ഗ്യാരണ്ടി അമേരിക്ക നൽകണമെന്നതാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് രേഖാമൂലം നൽകിയ നിലപാടുകളിലാണ് ഇറാൻ ഉപാധികൾ വെച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങളാണ് പ്രധാനമെന്ന് ഹോർമുസ് വിഷയത്തിൽ ഒമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇവിടെ അത് എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഹോർമുസിൽ സ്തംഭിച്ച നാവികരെ അവരെ സ്വതന്ത്രമാക്കണം എന്നതും ഒമാൻ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ആണവ വിഷയത്തിൽ നിർണായക ഇടപെടൽ നടത്താൻ ശേഷിയുള്ള റഷ്യയിലാണ് ഇവർ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇത്തരം ഒരു കാര്യത്തിനായി തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ആകട്ടെ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഏറ്റവും ഹൈ പവർ സന്ദർശനവും ഇത് തന്നെയാണ്. നാവിക ഉപരോധം കാരണം കയറ്റുമതി നിലച്ച് അത് ഇറാന്റെ ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി അവിടെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തുമെന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇറാനെ കൂടുതൽ ഇളവുകൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമ്മർദ്ദമായും വഴങ്ങലായും വ്യാഖ്യാനിക്കുന്നതാണ് ഇറാന്റെ പുതിയ നിലപാടെന്നും ഇതിന് ആക്രമിക്കില്ല എന്ന സുരക്ഷാ ഗ്യാരണ്ടി ആദ്യം വേണമെന്നതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഹോർമുസ് തുറക്കുന്നത് ആലോചിക്കുമെന്നും പിന്നീട് ആണവ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരവസരം ഉണ്ടാക്കാം എന്നതാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിന് പിന്നെ അവിടെ തന്നെ കാരണമായ ഇറാന്റെ ആണവ വിഷയത്തിലേക്കും മുൻപേ പരിഗണിക്കാനാണ് ആദ്യം രണ്ട് ഉപാധികളും ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സങ്കീർണ പ്രശ്നമായി തുടരുന്ന ആണവ വിഷയത്തിലെ ധാരണകൾക്ക് മുൻപേ തന്നെ ഹോർമുസ് തുറക്കണമെന്ന വാഗ്ദാനമായും ഇവിടെ വിലയിരുത്താം. അതുപോലെ തന്നെ അമേരിക്ക ഇത് അംഗീകരിക്കുമോ എന്നത് പ്രധാനമാണ്. ഹോർമുസിലെ നിയന്ത്രണം ഒമാനുമായി ഇറാനെ ചർച്ച ചെയ്തു. ഇത്തരത്തിൽ ഹോർമുസിലെ ആ ഒരു നിയന്ത്രണം ഇപ്പോൾ ഒമാനുമായി തന്നെ ചർച്ച ചെയ്തതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്തംഭിച്ചു കിടക്കുന്ന നാവികരെയും കപ്പലുകളെയും സ്വതന്ത്രരാക്കുന്നതിന് ലോകത്തോട് അവിടെ ഒരു വലിയ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നതായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയത്. ഹോർമുസിലെ സുരക്ഷിത നാവിക ഗതാഗതമാണ് ചർച്ച ചെയ്തത് എന്നതായിരുന്നു ഇറാനും ഈ ഒരു വിഷയത്തോടായി തന്നെ അംഗീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. അയൽ രാജ്യങ്ങളാണ് പ്രധാനമെന്ന് പോലും വിദേശകാര്യമന്ത്രി കുറിച്ചത് വളരെയധികം ശ്രദ്ധേയമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.